കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്നത്തെ ഇവിടെ തന്നിരിക്കുന്ന വിഷയം ഗീതാരഹസ്യം, ഗീതാസാരം എന്നുള്ളതാണ്. ഭഗവത്ഗീത ഇന്ന് ഭാരതത്തിൽ 800ഓളം ഭാഷ്യങ്ങൾ ഭഗവത്ഗീതയ്ക്കുണ്ട്. മഹാത്മാഗാന്ധിജി ഭാഷ്യം രചിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം കൊടുത്തിട്ടുണ്ട്. ശങ്കരാചാര്യ സ്വാമികൾ, മധ്വാചാര്യർ, രാമാനുജാചാര്യ, ഇങ്ങനെ 800ഓളം ഭാഷ്യം ഭഗവത്ഗീതയ്ക്കുണ്ട്. ഭഗവത്ഗീത പല തട്ടിൽ കൂടെയാണ് കാര്യങ്ങൾ വിവരിക്കുന്നത്. പാശ്ചാത്യ തത്വചിന്തകന്മാർ പോലും ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ചില വ്യാഖ്യാനങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ സാധാരണ ലൗകിക ജീവിതത്തിനെ കുറിച്ചതിൽ അവർ വിവരിക്കും. ശ്ലോകത്തിനെ നമ്മുടെ ദൈനംദിന കാര്യവുമായി ബന്ധപ്പെടുത്തി വിവരിക്കും. ചില വ്യാഖ്യാതാക്കൾ അവരെ മനസ്സിലുള്ള ഉദ്ദേശം ഫലിപ്പിക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കും. ചിലർ ഭഗവത്ഗീതാ ശ്ലോകം ഉപയോഗിച്ച് ഈശ്വരൻ്റെ ബ്രഹ്മ അവസ്ഥയെ, രൂപമില്ലാത്ത അദ്വൈത അവസ്ഥയെ വിവരിക്കും. ചില ആചാര്യന്മാർ ഭഗവാനെക്കുറിച്ച് വിവരിക്കും. ഭഗവത്ഗീതയിൽ ഞാൻ വരുമ്പോൾ ശ്രീ ശിവകുമാർ അവർകൾ പറഞ്ഞു, 701 ശ്ലോകത്തിൽ 560 ശ്ലോകം ഭഗവാൻ ഉപദേശിച്ചതാണ്. തുടങ്ങുമ്പോൾ തന്നെ 2-ാം അധ്യായത്തിൽ 9-ാം ശ്ലോകത്തിൽ ശ്രീ ഭഗവാൻ ഉവാച എന്നാ പറയുന്നത്. ആദ്യം ഗീതയ്ക്കകത്ത് പ്രവേശിക്കുന്നതിന് മുമ്പേ ഈ ശബ്ദം എന്താണ് എന്ന് മനസ്സിലാക്കണം. മഹാദേവനെ മഹാദേവൻ ശിവൻ മഹാദേവൻ എന്ന് പറയുന്നു. ബ്രഹ്മദേവൻ, ഇന്ദ്രദേവൻ, ചന്ദ്രൻ, വരുണൻ, വായു എന്ന് ദേവഗണങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ശാസ്ത്രം കൃഷ്ണനെ മാത്രം ഭഗവാൻ എന്ന വാക്കിൽ കൂടെയാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. പക്ഷെ പിന്നീട് കാലത്ത്
ജനങ്ങൾ ഈ ഭഗവാൻ എന്ന വാക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ തുടങ്ങി. ഭഗവാൻ രമണ മഹർഷി, ഭഗവാൻ സായിബാബ, ഭഗവാൻ, ഈ വാക്ക് മറ്റുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ യഥാർത്ഥത്തിൽ ഭ എന്ന ശബ്ദം കൃഷ്ണന് വേണ്ടി മാത്രമുള്ളതാണ്. ഭഗവാന്റെ ഗ്രന്ഥം ഭഗവത്ഗീത, ഭഗവാനെക്കുറിച്ച് വ്യാസമഹർഷി രചിച്ചത് ഭാഗവതം, ഭഗവാന്റെ കീർത്തനം ഭജന, ഭഗവാനെ ആരാധിക്കുന്നവർ ഭക്തർ. ഈ ഭ എന്ന വാക്ക് സഡൈശ്വര്യ പൂർണ്ണോ ഇഹ ഭഗവാൻ സ്വയം, പരാശരൻ. പരാശര മഹർഷി ആരാണെന്ന് വെച്ചാൽ വ്യാസൻ്റെ പിതാവ്. വ്യാസൻ്റെ പിതാവായ പരാശര മഹർഷി ഭ എന്ന ശബ്ദത്തിന് വ്യാഖ്യാനം തന്നിട്ടുണ്ട്. 6 ഐശ്വര്യങ്ങൾ പൂർണ്ണമായി ആരിടത്തുണ്ടോ അദ്ദേഹമാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ എന്ന ശബ്ദം വേറെ ഏത് ദേവീദേവഗണങ്ങൾക്ക് ഉപയോഗിച്ചാലും, ഭഗവാൻ എന്ന ശബ്ദം മനുഷ്യർക്കോ മറ്റാർക്കും ഉപയോഗിച്ചാലും അത് ശരിയാവില്ല, അത് തീർച്ചയായിട്ടും തെറ്റാകും. ഭഗവാൻ ഇന്ദ്രൻ, ഭഗവാൻ ചന്ദ്രൻ, ഭഗവാൻ സായിബാബ, ഭഗവാൻ അല്ലെങ്കിൽ എന്താ പറയുക, കുബേര ഭജന, ഇന്ദ്രഭജന, ഇന്ദ്രൻ്റെ ഭക്തർ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ശരിയാവില്ല. ഭ എന്ന ശബ്ദം ശ്രീകൃഷ്ണ ഭഗവാന് മാത്രം അഭിസംബോധന ചെയ്യുന്നതാണ്. അപ്പോൾ ഗീതയിൽ 560 ശ്ലോകം, 40 60 560 ശ്ലോകം ഭഗവാൻ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണോ ഒരു വസ്തുവിന് പല ഉദ്ദേശവും പല ഫലവുമുണ്ട്, ഭാഗവതത്തിൽ തുടങ്ങുമ്പോൾ തന്നെ ഒരു മാവിനെ കുറിച്ച് പറയുന്നു. മാവിലിരുന്ന് നമുക്ക് മാമ്പഴം കിട്ടും, മാവിൻ്റെ ഇല കിട്ടും, ആൾക്കാർ ജീവൻ വിടിഞ്ഞാൽ കത്തിക്കാൻ മാവിൻ്റെ വിറക് കിട്ടും, പല സാധനങ്ങൾ ഒരു മാവിലിരുന്ന് കിട്ടും. എന്നാലും പരമഫലം മാവിലിരുന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇലയാണോ അല്ല വിറക് കഷ്ണമാണോ? എന്താണ്? മാമ്പഴം. അതേപോലെ ഗീതയിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ദേഷ്യത്തിനെ എങ്ങനെ നിയന്ത്രിക്കണം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതെല്ലാം ശരിയാ. പക്ഷെ കാതലായ ഭാഗം എന്ന് പറയുന്നത് കൃഷ്ണ ഭഗവാനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. 18 അധ്യായമുണ്ട്. ആദ്യത്തെ അധ്യായം സൈന്യ നിരീക്ഷണ യോഗം. ഗീതയിൽ അർജുനൻ തൻ്റെ സൈന്യം, ആരൊക്കെ തൻ്റെ ബലം, ആരൊക്കെ തൻ്റെ ശത്രുക്കൾ എന്ന് സ്വന്തം സൈന്യത്തിനെ നിരീക്ഷിക്കുകയാണ്. ഇപ്പം നമ്മളൊരു അരമണിക്കൂർ കൂടുതൽ സമയമെടുക്കില്ല. നമ്മളും ഈ ഭഗവത്ഗീതയിൽ യാത്ര തിരിക്കുകയാണ്. ആദ്യം നമ്മൾ നമ്മളെ നിരീക്ഷിക്കണം. ബ്രഹ്മദേവന് ഒരു തെറ്റ് പറ്റി കണ്ണ് സൃഷ്ടിച്ച സമയത്ത് ഒരു കണ്ണ് മുന്നേയും ഒരു കണ്ണ് പുറകേയും വെക്കണമായിരുന്നു. അപ്പോൾ ഒരു കണ്ണുകൊണ്ട് ലോകത്തിനെയും ഇനിയൊരു കണ്ണിനെ കൊണ്ട് നമുക്ക് നമ്മളെയും കാണാൻ സാധിക്കും. പക്ഷേ ആലോചിച്ച് നോക്കൂ, ദൈവം കണ്ണാടി എന്ന് പറയുന്ന ഒരു സാധനം സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ മുഖം എങ്ങനെ ഉണ്ടാവും അറിയാൻ പറ്റുമോ? കണ്ണാടി ഇല്ലെങ്കിൽ മറ്റുള്ള എല്ലാവരെയും കാണാം. അത് കറുത്തവനാ, വെളുത്തവനാ, പൊക്കം കൂടിയതാ, കുറഞ്ഞതാ, പൈസക്കാരനാ, നല്ലവനാ, ചീത്തയാ, എല്ലാവരെയും കാണാൻ പറ്റുന്ന കണ്ണുകൾക്ക് സ്വയം നമ്മളെ കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ തന്നത്? മനുഷ്യൻ അതിനെയും കടന്ന് അവനെ തിരിച്ചറിയണം. അതിനെ ആത്മസാക്ഷാത്കാരം എന്ന് പറയും. അപ്പം ഇപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ബാഹ്യമായ കണ്ണുകളെ അടച്ച് ഞാൻ എന്നെ തന്നെ കാണാൻ തുടങ്ങുകയാണ്. ഗീതയിൽ 12ഓളം ശ്ലോകത്തിൽ ദേഷ്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു തവണ പറഞ്ഞാൽ സത്യം, 3 തവണ പറഞ്ഞാൽ അത് പരമസത്യം. ഈ മന്ത്രം കേട്ടിട്ടുണ്ടാകും, ഓം ശാന്തി
ശാന്തി ശാന്തി. എന്തിനാ 3 ശാന്തി? ഒരു ശാന്തി പോരെ? ഒരേ കാര്യം ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരമസത്യമാണ്. ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ ഹി കേവലം കലൗ നാസ്തിയേവ 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 ഗതിരന്യഥ. 3 തവണ പറഞ്ഞാൽ പരമസത്യം. പക്ഷേ ഗീതയിൽ ദേഷ്യത്തിനെക്കുറിച്ച് 10-12 ശ്ലോകം പറയുന്നുണ്ട്. അപ്പം അത് എത്ര പ്രാധാന്യമാണ്. കാമയേശ ക്രോധയേശ കാമക്രോധ വിമുക്താനാം കാമൈസ്തൈർത്തൈർ ക്രോധാത് ഭവതി സമ്മോഹ. അനേകം ശ്ലോകം. അപ്പം ഫസ്റ്റ് ശ്ലോകം എൻ്റെ കണ്ണാടിയാണ്. ഫസ്റ്റ് അധ്യായം സൈന്യ നിരീക്ഷണ യോഗം ഒരു കണ്ണാടിയാണ്. ഇപ്പം നമ്മളെല്ലാവരും ആ കണ്ണാടിയെ പിടിച്ച് നമ്മുടെ മുഖത്തിനെ നോക്കുന്നു. എന്താണ്? ദേഷ്യമുണ്ടോ? ആർക്കും ഇല്ല. ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ശരി. അമിതമായ ആഗ്രഹമുണ്ടോ? അതില്ല. ഉറപ്പാണോ? 4 ദോശ കഴിച്ചാൽ ഒന്നും കൂടെ ആവട്ടെ എന്ന് പറയില്ല. അത് ശരി. അമിതമായ ആഗ്രഹം ഇല്ല. ശരി. നമ്മളെക്കാളും ഒരാൾ മറികടന്ന് മുന്നോട്ട് പോവാണ്. ധനത്തിലോ വിദ്യയിലോ സൗന്ദര്യത്തിലോ അല്ലെങ്കിൽ ആരോഗ്യത്തിലോ നമ്മളെ കടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയ അസ്വസ്ഥത, ഒരു അൺഈസിനെസ്. ഇപ്പം നമ്മുടെ സുഹൃത്തായിക്കോട്ടെ അല്ലെങ്കിൽ സഹോദരനായിക്കോട്ടെ, 2 വീട് വെച്ചു, 3ാമത്തെ വീടായി, കാറ് മേടിച്ചു, ധനം ഇങ്ങനെ ഒരു ചെറിയ മനസ്സിലൊരു അസ്വസ്ഥത ഉണ്ടാകുമോ? അതും ഇല്ല. പിന്നെ എന്ന ഭാഗവത്തിൻ്റെ ആവശ്യമില്ല. എല്ലാം തികഞ്ഞ ആൾക്കാരാ. ചെറിയ ഒരു അസൂയ ഉണ്ട്. അപ്പം ഇത് കണ്ണാടിയാ. അപ്പം നമുക്ക് ഈ കൽമശങ്ങളെല്ലാം ഉള്ളിലുണ്ട്. ഈ കൽമശങ്ങളെല്ലാം ആത്മാവിൻ്റെ പ്രകാശത്തിനെ പൊതിയുന്നത് പോലെയാണ്. ഇപ്പം ലൈറ്റ് ഉണ്ട്, ഇതിൻ്റെ മേലെ പച്ച കളർ പേപ്പർ വെച്ചാൽ പച്ച ലൈറ്റ് വരും, മഞ്ഞ പേപ്പർ വെച്ചാൽ മഞ്ഞ ലൈറ്റ് വരും, കറുത്ത പേപ്പർ ഒട്ടിച്ചാലോ കറുത്ത ലൈറ്റ് വരുമോ? ലൈറ്റേ ഉണ്ടാവില്ല. ഈ ആത്മാ ഞാനെന്ന് പറയുന്ന വ്യക്തി എപ്പോഴും ആനന്ദത്തിൽ ആറാടേണ്ട ഒരു വ്യക്തിയാണ്. അതാണ് ആത്മാവിൻ്റെ സ്വരൂപം. സച്ചിദാനന്ദം, ആനന്ദമാണ്. പക്ഷെ ഇപ്പം എന്ത് ചെയ്തു? കാമം ഒരു കറുത്ത പേപ്പർ കൊണ്ട് ഒട്ടി, ക്രോധം ഇനിയൊരു കറുത്ത പേപ്പർ കൊണ്ട് ഒട്ടിച്ചു, പിന്നെ അസൂയ, ലോഭം, ഇതെല്ലാം കൊണ്ട് ഈ പ്രകാശം പുറത്തു വരുമോ? മൊത്തത്തിലില്ല. അപ്പോൾ ഫസ്റ്റ് അധ്യായം സൈന്യ നിരീക്ഷണ യോഗം. എൻ്റെ ബലമെന്താണ്, എൻ്റെ ബലഹീനത എന്താണ്, എന്നെ സഹായിക്കാൻ പോകുന്നവരാ, എന്നെക്കുറിച്ച് തന്നെ മുഴുവനും തിരിച്ചറിയലാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? മറ്റുള്ളവരെക്കുറിച്ചെല്ലാം നല്ല ഒരു ധാരണയുണ്ട്, പക്ഷെ നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു ധാരണയുമില്ല. മറ്റുള്ള ആൾക്കാർ ചെറിയ തെറ്റ് ചെയ്താൽ പോലും ഞാൻ കണ്ടുപിടിക്കും. ഞാൻ എത്ര വലിയ തെറ്റ് ചെയ്താലും അതിനെ സമാധാനിപ്പിക്കും. ശരിയാണോ തെറ്റാണോ? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നു. 2ാം അധ്യായം. അതാണ് ഗീതയുടെ സാരം. മുഴുവൻ ഗീതയിൽ പറയാനുള്ളതും ഭഗവാൻ 2ാം അധ്യായത്തിൽ പറയുന്നു. എന്താണ്? ഞാൻ ശരീരമല്ല ആത്മാവാണെന്ന് തിരിച്ചറിയുന്ന അധ്യായം. ഇവിടെ എല്ലാം ഒന്നും ശാശ്വതമല്ല. ഇവിടെ കൂടിയിരിക്കുന്ന സജ്ജനങ്ങളിൽ എത്ര പേർക്ക് മരണമുണ്ടാകും? ആർക്കുണ്ടാവില്ലേ? എല്ലാവർക്കും ഉണ്ടാകും. അപ്പം അങ്ങനെ മരിച്ചു പോകുന്ന സമയത്ത് വിശന്നാൽ കഴിക്കാമെന്ന് 2 ഉണ്ണിയപ്പെടുത്തോണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. ഭാര്യയെ കൂടെ വിളിച്ചോണ്ട് പോകാൻ പറ്റുമോ? ഒന്ന് സംസാരിച്ച് അങ്ങനെ പോവാമെന്ന് പറഞ്ഞിട്ട്? ഇല്ല. ഈ ഡ്രസ്സ് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. ശരീരത്തിനെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതെല്ലാം ഒരു ദിവസം നമ്മൾ വിടും. ഭൗതികം, ആത്മീകം. ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ നമ്മൾ കൂടുതൽ സമയം ഭൗതികതയ്ക്ക് വേണ്ടിയാണോ ചെലവാക്കുന്നത്, അല്ല ആത്മീകതയ്ക്ക് വേണ്ടിയാണോ ചെലവാക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് കൂടുതൽ സമയം ചെലവാക്കുന്നത്? ആത്മീകം. എത്ര പേര് പറയുന്നു ഭൗതികതയ്ക്ക് വേണ്ടിയാണ് കൂടുതൽ സമയം ചെലവാക്കുന്നത്? കണ്ട എല്ലാവരും ഏകദേശം
ഇല്ലേ? ഒരു ചെറിയ കാര്യം, ഉദാഹരണം, രാവിലെ എണീറ്റു, നാമജപം ചെയ്യണം, ഓഫീസിൽ പോകണം, ഓഫീസിൽ കുറച്ച് പണി ബാക്കിയുണ്ട്, ഫയലൊക്കെ ബാക്കിയുണ്ട്, പ്രഭാത ഭക്ഷണവും കഴിച്ചില്ല, സമയമില്ല, ഏത് മാറ്റിവെക്കും? നാമജപം, പ്രഭാത ഭക്ഷണം, ഓഫീസ് ഫയൽ, ഏത് മാറ്റിവെക്കും? പ്രഭാത ഭക്ഷണം. പിന്നെ ഏത് മാറ്റിവെക്കും? നാമജപം മാറ്റിവെക്കും. എന്തു പറയും? കൃഷ്ണൻ എൻ്റെ കാര്യമൊക്കെ അറിയാം, അല്ലേ? അപ്പം ഇതെല്ലാം മനസ്സിലായാലും ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. പക്ഷേ നമ്മൾ എന്തിനൊക്കെ ഈ ലോകത്തിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ, ഇത് ഒന്നും തന്നെ നമ്മുടെ കൂടെ വരികയില്ല. ഇതെല്ലാം കുറച്ചു കാലമുണ്ടാവും. ഇത് എനിക്കറിയാം, പക്ഷേ ഞാൻ സാക്ഷാത്കരിച്ചിട്ടില്ല. ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഒന്നും പുതിയതല്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ അത് അനുഭവത്തിൽ കൊണ്ടുവന്നിട്ടില്ല. ഇതാണ് ഒരു ഭാരതീയരുടെ വലിയ ഒരു തടസ്സം എന്ന് പറയുന്നത്. ഗുരുവായൂരമ്പലത്തിൽ ഞാൻ മുറ്റത്താണ് താമസിക്കുന്നത്. എൻ്റെ ആങ്ങളുടെ വീട് എൻ്റെ അമ്പലം നടയിലാണ്. അമ്പലത്തിനകത്ത് കയറിയിട്ടുണ്ടോ? കയറിയിട്ടില്ല. നമ്മുടെ ഗുരുദേവൻ ജയപതാക സ്വാമികൾ എപ്പോഴും തമാശയ്ക്ക് ഒരു കാര്യം പറയും. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് താമസിക്കുന്നവർ സ്ഥിരമായിട്ട് ട്രെയിൻ മിസ് ചെയ്യും. ദൂരെ ഉള്ളവർ സമയമൊക്കെ കണ്ടെത്തി നേരത്തെ കാലത്തൊക്കെ വന്നിട്ട് അവിടെ കാത്തിരുന്ന് വണ്ടി കയറും. ഈ തൊട്ടടുത്ത് താമസിക്കുന്നവരെന്ത് ചെയ്യും? ട്രെയിൻ എപ്പോഴും മിസ് ചെയ്യും. നമ്മുടെ ഗതി അതാ. ഭഗവത്ഗീത വീട്ടിൽ 4-5 എണ്ണം ഉണ്ട്, ഭാഗവതം അത് 2 എണ്ണം ഉണ്ട്, അമ്പലം എപ്പോഴും. എനിക്കെന്തെങ്കിലും മാറ്റമുണ്ടോ? ഒന്നുമില്ല. പാവയ്ക്ക കാശിക്ക് പോയതുപോലെ ഗുണമുണ്ടോ? ഇല്ല. അപ്പം 2-ാം അധ്യായം എന്താ പറയുന്നത്? അർജുന, നീ ശരീരമല്ല, കുറച്ചു കാലം നീ ശരീരത്തിനകത്ത് വാടകയ്ക്ക് വന്ന് വസിക്കുന്നു. നീ വാടകയ്ക്ക് വസിച്ചിട്ട് ഇതിനെ ശാശ്വതമെന്ന് കരുതിക്കൊണ്ടിരിക്കുന്നു. ഒരുത്തൻ ജയിലിൽ കുടുങ്ങി, ഒരു ജയിൽ പുള്ളി. അയാൾ എന്ത് ചിന്തിക്കണം? എങ്ങനെ ജയിലിലിരുന്ന് പുറത്തു പോകണം, അതാണ് അയാളുടെ ചിന്ത. അങ്ങനെ ആവണം. പക്ഷെ അയാൾ എന്താ ചിന്തിക്കുക? എങ്ങനെയെങ്കിലും മുറിക്കൊന്ന് പെയിൻറ്റ് ചെയ്യണം, വലയൊക്കെ അടിച്ച് പറ്റുമെങ്കിൽ ഒരു ഫാനും AC ഒക്കെ വെക്കണം. ഈ ജയിൽ മുറിയെ സ്ഥിരമാക്കാനുള്ള പരിപാടിയാണ്. മണ്ടത്തരം. അപ്പം ഇത് നമുക്കറിയാത്തതല്ല, നമുക്കറിയാം, പക്ഷേ ഗ്രഹിച്ചിട്ടില്ല. ഈ കാണുന്നത് ഒന്നും. അർജുന, നിനക്ക് 2 ശരീരമുണ്ട്, ഒരു സ്ഥൂല ശരീരം, ഇനിയൊന്ന് സൂക്ഷ്മ ശരീരം. സ്ഥൂല ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമായത്, സൂക്ഷ്മ ശരീരം മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇതെല്ലാം പറയുന്നത് എത്രാം അധ്യായത്തിലാണ്? 2-ാം. എല്ലാവരും പണ്ഡിതരായി കഴിഞ്ഞു. ആദ്യത്തെ അധ്യായം എന്താണ്? ഞാൻ എന്നെ തന്നെ, കണ്ണാടി, എന്നെ തന്നെ തിരിച്ചറിയുക. 2-ാം അധ്യായം എന്താണ്? ഞാൻ ശരീരമല്ല. ഇപ്പം 3-ാം അധ്യായത്തിലേക്ക് പോകുന്നു. അവിടെ ഭഗവാൻ മനസ്സു, ബുദ്ധി, അഹങ്കാരത്തിന്, നിന്റെ വലിയ ശത്രു അർജുന പുറത്തില്ല, നിന്റെ ശത്രു നീ തന്നെയാണ്, നിന്റെ മനസ്സാണ്. ഒരു ഉദാഹരണം പറയാം. തലേന്ന് രാത്രി നല്ല സന്തോഷത്തോട് നല്ലോണം സംസാരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, കെട്ടിപ്പിടിച്ചു, കൈയൊക്കെ കൊടുത്തു, ഷേക്കാൻ, എല്ലാം ഒരുമിച്ച് അത്താഴവും കഴിച്ചു ഉറങ്ങാൻ പോയി. രാവിലെ എണീറ്റ ഉടനെ മനസ്സ് പറയാം, നീ ചിരിക്കല്ലേ, അയാൾ ചിരിച്ചാൽ നീ ചിരിച്ചാൽ മതി, അയാൾ വിഷ് ചെയ്താൽ നീയായിട്ട് ഫസ്റ്റ് ചെയ്യല്ലേ. ഇങ്ങനത്തെ മനസ്സാർക്കെങ്കിലും ഉണ്ടോ? ആർക്കും ഇല്ല. അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ആഹാ, അയ്യോ, ഞാൻ റോങ് ടോപ്പിക് എടുത്തെന്നാണ് തോന്നുന്നത്. മനസ്സെന്ത് പറയും? ചിരിക്കരുത്. അവർ ചിരിച്ചാൽ മതി, അവർ നിന്നെ കണ്ടാൽ നീ കണ്ടാൽ മതി. അവർ എന്താ ഇതിന് കാരണം? ഒരു കാരണവും ഇല്ല. ഈ സാധനം ഉണ്ടല്ലോ, ഈ മനസ്സെന്ന് പറയുന്നത്, ഇതിനെ ഞാൻ എൻ്റെ സുഹൃത്താക്കി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം രക്ഷപ്പെടും. ഇതിനെ ഞാൻ ശത്രുവാക്കി കഴിഞ്ഞാൽ, ഗീതയിൽ ഒരു മനോഹരമായ ശ്ലോകം, ഉദ്ധരേത് ആത്മനാത്മാനാം ആത്മാനാം അവസാദയേത് ആത്മൈവ ഹി ആത്മനോ ബന്ധുരാത്മാനാം റിപുരാത്മന. നീ മനസ്സിനെ ബന്ധുവാക്കിയില്ലെങ്കിൽ തലതിരിഞ്ഞ് നിൽക്കും. റിപുരാത്മനഃ, നിന്നെ ചിരിക്കാൻ സമ്മതിക്കില്ല, നിന്നെ ഒന്നും ചെയ്യാൻ സമ്മതി. ഇത് ഭാഗവതത്തിലുമുണ്ട്.
മനയേവ മനുഷ്യാനാം കാരണം ബന്ധമോക്ഷേ. മനസ്സാണ് നിന്റെ മിത്രവും, മനസ്സാണ്. അപ്പം 3-ാം അധ്യായത്തിൽ ഭഗവാൻ എന്താ പറയുന്നത്? അർജുന, മനസ്സിനേക്കാളും ബുദ്ധിക്ക് ശക്തി കൂടുതലാണ്. ബുദ്ധിയേക്കാളും ആത്മാവിന് ശക്തി, നിനക്ക് ശക്തി കൂടുതലാണ്. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നമുക്കൊരു ബന്ധമില്ലാത്തൊരു ഈ വിഷയം പറയുമ്പോൾ നമുക്ക് ബന്ധമില്ലാത്ത ഒരു കാര്യം പോലെ തോന്നും. പക്ഷേ ഇത് ഡെയിലി നമ്മുടെ ലൈഫിൽ ബന്ധമുള്ള ഒരു കാര്യമാണ്. ചില ദിവസം രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഇന്നൊന്നും ചെയ്യാൻ മൂടില്ല. ജപിച്ചോ? ജപിക്കാൻ മൂടില്ല. കാര്യം ചെയ്തോ? ചെയ്യാൻ ഒന്നിനൊരു മൂടില്ല. ഈ അനുഭവം എത്ര പേർക്കുണ്ട്? എല്ലാ കയ്യും പൊങ്ങി വന്നു. എന്താണ് കാരണം? ഒരു കാരണവും ഇല്ല. ഇപ്പം എന്താ പറ്റിയത്? ഈ ശ്ലോകമാണ്, അതായത് ഗീതയെപ്പോലെ ഒരു മനഃശാസ്ത്രം ലോകത്തിലില്ല. അർജുന, മനസ്സിനേക്കാളും നീ ആത്മാ, നിനക്ക് ശക്തി കൂടുതലാണ്. പക്ഷെ ഇപ്പം ഇവിടെ എന്തായിപ്പോയി? ആത്മാവ് ഉറങ്ങി, മനസ്സിന് ശക്തി കൂടുതൽ. എന്താ ചെയ്യാൻ തോന്നുന്നില്ല. അതെന്താ? അതിനൊരു മൂടില്ല. ആത്മാവിനേക്കാളും എന്തിന് ശക്തി കൂടി? മനസ്സിന് ശക്തി കൂടി. ഇങ്ങനെ ജീവിക്കുന്നവർ കുറച്ച് മാനസിക രോഗികളായി ഡിപ്രഷനിൽ അങ്ങോട്ട് താഴോട്ട് പോകും. എന്തുകൊണ്ടാ? അവൻ അറിഞ്ഞ് ആ വടിയെ മനസ്സിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. അത് നമ്മളെ തല്ലും. അപ്പം മനസ്സിൻ്റെ സൂത്രം, മനസ്സിൻ്റെ മരുന്നെന്താണ്? മന്ത്രം ജപിക്കും തോറും മനസ്സ് ശക്തിയാകും. ശക്തിയാകുമ്പോൾ മനസ്സിൻ്റെ ചില ഗുണങ്ങളാണ് ഉന്മേഷം, ഉത്സാഹം, അതൊക്കെ വരും. അത് വരുമ്പോൾ ജീവിതം വളരെ സന്തോഷമായിരിക്കും. ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു. അപ്പോൾ അതിഥിക്ക് വന്നിട്ട് രാവിലെ പ്രഭാത ഭക്ഷണം കൊടുക്കുകയാണ്. ഇഡ്ഡലിയാ? 2 മതിയോ? 3ാമത്തത് ഉണ്ടാക്കണോ? പൊടി വെച്ച് അഡ്ജസ്റ്റ്, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ആ ഗസ്റ്റ് അടുത്ത പ്രാവശ്യം നമ്മുടെ വീട്ടിൽ വരുമോ? വരില്ല. അപ്പം നാമജപം, ഭക്തിയുത സേവനം, ഈശ്വര സാക്ഷാത്കാരം അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ, ജപം ഹരേ കൃഷ്ണ രാം രാം, അയ്യോ തീർന്നില്ലേ, ഇത്രയേ ഉണ്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ രുചി നഷ്ടപ്പെടും. ഈശ്വര അനുഗ്രഹം അവർക്ക് നഷ്ടപ്പെടും. അപ്പം അവിടെ ഉത്സാഹം വേണം. ഉത്സാഹം വേണമെങ്കിൽ മനസ്സിനെ മിത്രമാക്കണം. ഈ കൂലിക്കാരൊക്കെ കണ്ടിട്ടില്ലേ, ഈ ലോറിയിലൊക്കെ ഈ CITUക്കാർ സാധനമൊക്കെ എടുക്കുന്നത്, 2 പേരായിരിക്കും കഷ്ടപ്പെട്ട് തൂക്കണം. ബാക്കിൽ 10 പേരുണ്ടാവും. വിടല്ലേ, അങ്ങോട്ട് പിടി, ഇങ്ങോട്ട് പിടി. വെറും വാചകം മാത്രമേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്കും പോയി കൈ വെച്ച് അങ്ങനെയൊക്കെ തോന്നും. ഒന്നുമില്ല, വെറുതെ ആൾക്കാരെ ഉത്സാഹപ്പെടുത്തുക. ഇത് ജീവിതത്തിന് വളരെ അത്യാവശ്യമാണ്. ദിവസവും രാവിലെ എണീക്കുമ്പോൾ മനസ്സ് ഉത്സാഹത്തോടുണ്ടെങ്കിൽ ആ ദിവസം മുഴുവനും പ്രകാശമായിരിക്കും, ആനന്ദകരമായിരിക്കും. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം നിസ്സാരമായി ഇല്ലാണ്ടാകും. പക്ഷെ ആ ഉത്സാഹമില്ലെങ്കിൽ പോയി. എന്തുകൊണ്ടാ? ആത്മാവ് മനസ്സിനെ മനസ്സിലാക്കി, മനസ്സിനെ നിയന്ത്രിച്ച് അതിനെ ഉത്സാഹത്തോട് മെയിൻറ്റെയിൻ ചെയ്യണം. രാമായണത്തിൽ അതിന് ഉദാഹരണം അങ്കദൻ, അതായത് രാവണനെ തോൽപ്പിക്കാൻ പോയ സൈന്യത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ആരായിരുന്നു? അങ്കദനായിരുന്നു. അങ്കദൻ ആരാ? ബാലിയുടെ മകൻ. എന്നും രാവിലെ ശ്രീരാമചന്ദ്രമൂർത്തി ഒരു പൊതുയോഗം കൂട്ടും. പൊതുയോഗം കൂട്ടി നീ കിഴക്കോട്ട് പോ, നീ പടിഞ്ഞാറ് പോ, ഈ സേവനം ചെയ്യും, ആ സേവനം, എല്ലാ സേവനങ്ങളെ ഏൽപ്പിക്കും. അങ്കദൻ വരും. പ്രഭു എനിക്കെന്താ സേവനം? ഉത്സാഹത്തോട് ചോദിക്കും. ഉടനെ സുഗ്രീവൻ പറയും, പ്രഭു അവനൊന്നും കൊടുക്കരുത്, അവൻ കുറച്ച് ഓവർ സ്മാർട്ടാണ്, എന്തെങ്കിലും പോയി കാട്ടിക്കൂട്ടും, അവസാനം രാവണൻ പിടിച്ച് അയാളെ കൊല്ലും. ഇവൻ്റെ അച്ഛൻ്റെ മരണത്തിനെ ഞാനാണ് കാരണമെന്ന് ലോകം ദുഷിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇവനും കൂടെ എന്തെങ്കിലും സംഭവിച്ചാൽ നാട്ടുകാരെന്നെ കുറ്റം പറയും. അങ്കദന് വളരെ സങ്കടം തോന്നും. പക്ഷെ എന്നാലും അങ്കദൻ വിടില്ല. അടുത്ത ദിവസം പോയി ഞാൻ ചെയ്യാം. ഉടനെ സുഗ്രീവൻ പറയും വേണ്ട, വിടില്ല. എന്നും പൊതുയോഗത്തിൽ കയ്യും തൂക്കിയിട്ട് വരും, ഞാൻ ചെയ്യാം. അവസാനം ശ്രീരാമൻ പറഞ്ഞു, ശരി
നീ ലങ്കയിൽ പോയി രാവണന് അവസാനത്തെ സന്ദേശം കൊടുക്കുക. എന്താ സന്ദേശം? ഇപ്പോഴും താമസിച്ചില്ല, സീതാദേവിയെ തിരികെ കൊടുത്ത് മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ വിട്ടേക്കാം. ഇത് കൊടുക്കാനായിട്ട് അങ്കദനെ പറഞ്ഞു വിട്ടു. അങ്കദൻ നേരെ രാവണൻ്റെ കൊട്ടാരത്തിൽ പോയി സ്ക്രീനിൽ കർട്ടനിലൊക്കെ പിടിച്ച് തൂങ്ങി ചാടി രാവണൻ്റെ മുമ്പേ. രാവണൻ അങ്ങ് ഭീമാകാരമായ ഒരു രൂപം, അങ്കദൻ കൊതുപോലെ ഇരിക്കുന്നു. അങ്കദൻ ചെന്ന് മാറിലടിച്ചോണ്ട് പറഞ്ഞു, ഹേ രാക്ഷസ രാജ രാവണ. രാവണൻ നോക്കിയപ്പോൾ ഏതൊരു ഈച്ചയെ പോലത്തെ ഒരു സാധനം. രാവണൻ വില കൽപ്പിച്ചില്ല. പക്ഷെ അങ്കദൻ അത് പറഞ്ഞ് ചാടി ഓടി രാമൻ്റെ അടുത്ത് വന്ന് സന്തോഷത്തോട് പറഞ്ഞു. വാൽമീകി മഹർഷി രാമായണത്തിൽ എഴുതുക, അങ്കദന് യാതൊരു ഗുണവുമില്ല, യോഗ്യതയുമില്ല ആ സേവനം ചെയ്യാൻ. എന്നാൽ അവൻ്റെ ഉത്സാഹം കാരണം അങ്കദനെ ശ്രീരാമൻ അനുവദിച്ചു എന്നാ പറയുന്നത്. രാമായണത്തിലെ അണ്ണാങ്കുഞ്ചിൻ്റെ കഥ അറിയാമല്ലോ. ഹനുമാൻ വലിയ പാറക്കഷ്ണം തൂക്കിയിട്ട് പോകുമ്പോൾ ഇത് വെറും കടുകുമണി പോലെ സാധനങ്ങളെ ഉരുട്ടിക്കൊണ്ടു പോകും. എന്നാൽ അതിൻ്റെ ഉത്സാഹം കാരണം അതിനെ ശ്രീരാമചന്ദ്രമൂർത്തി സ്വീകരിച്ചു. മനസ്സെന്താണ്, ബുദ്ധി എന്താണ്, ആത്മാവെന്താണെന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് പിന്നെ ജീവിതത്തിൽ ദുഃഖമുണ്ടാവുകയില്ല. മനസ്സിനെ നിലയ്ക്കു നിർത്തും. അവിടെ 3-ാം അധ്യായം അവസാനിക്കുന്നു. പിന്നെ 4-ാം അധ്യായം തൊട്ട് ഭഗവാൻ ഒരു ഭക്തൻ എൻ്റെ അടുത്ത് എങ്ങനെ വരും എന്ന് 3 പാതകളാണ് 3 മാർഗങ്ങളാണ് കാണിക്കുന്നത്. ഒന്ന് കർമ്മയോഗം, ഇനിയൊന്ന് ജ്ഞാനയോഗം, ഇനിയൊന്ന് അഷ്ടാംഗയോഗം, 4-ാമത്തത് ഇത് 3-നെയും കൂട്ടിച്ചേർത്ത് ഒരു അവിയലുണ്ടാക്കി. 3 മാർഗം, 3 റോഡിൽ കൂടെ ആരെ സമീപിക്കാൻ പറ്റും? ഭഗവാനെ സമീപിക്കാൻ പറ്റും. ഒന്ന് കർമ്മയോഗം, 2-ാമത്തത് ജ്ഞാനയോഗം, 3-ാമത്തത് അഷ്ടാംഗയോഗം. കർമ്മയോഗം എന്ന് വെച്ചാൽ എന്താണ്? കർമ്മം ചെയ്യുക, ഫലം പ്രതീക്ഷിക്കാതെ ഇരിക്കുക. നമ്മളെയൊക്കെ പോലെ മാസം 30 ദിവസം ജോലിക്ക് പോവുക. ശമ്പളം തരുമ്പോൾ മാനേജർ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ കർത്തവ്യം. അങ്ങനെ ജോലി ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ബില്ല് കൊടുത്ത് കാശ് വാങ്ങിച്ചിട്ടേ ജോലി ചെയ്യും. അങ്ങനത്തെ കർമ്മയോഗികളാണ് നമ്മളെല്ലാവരും. അവരുടെ ഡ്യൂട്ടി കലികാലത്തിൽ കുടുംബത്തിനകത്ത് പോലും ഇങ്ങനത്തെ നിസ്വാർത്ഥമായ കർമ്മമില്ല. ഇപ്പോൾ നിങ്ങളുടെ പിറന്നാളിന് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് തന്നു. എല്ലാം ചുവന്ന തുണിയിലൊക്കെ പൊതിഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒരു പൊതി തന്നു. അത് കയ്യിൽ കിട്ടിയ ഉടനെ ഫസ്റ്റ് എന്ത് നോക്കും? ആ ഗിഫ്റ്റ് കയ്യിൽ കിട്ടി, ഫസ്റ്റ് എന്ത് നോക്കും? എന്ത് നോക്കും? എന്താണ് സാധനം? ശരി, പിന്നെ 2-ാമത്തത് അതിൻ്റെ വില എത്ര? ആ തന്ന ബുദ്ധിമാൻ സ്റ്റിക്കർ ഇളക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ നോക്കും നമ്മൾ, ഫസ്റ്റ് അത് നോക്കും. നോക്കിയിട്ട് എന്താ തീരുമാനിക്കുന്നത്? ആ മനുഷ്യൻ്റെ സ്നേഹത്തിന് 212 രൂപ വില, അതങ്ങ് വില വയ്ക്കും. അപ്പം അവനൊരു ആവശ്യം വരുമ്പോൾ എന്താ 10 രൂപ കൂട്ടി അങ്ങ് കൊടുക്കും. ഇല്ലേ, പലരുടെ വീട്ടിൽ അങ്ങനെ പൊതി കാണും, നമുക്കിഷ്ടമില്ലാത്ത കുക്കറും കപ്പൻ സാസറും, നാളെ വേറെ ആരുടെയെങ്കിലും വീട്ടിൽ തിരിച്ചു കൊടുക്കാനായിട്ട്. ഒരു കുടുംബത്തിനകത്ത് പോലും സ്നേഹത്തിന് വില വയ്ക്കുന്ന ഒരവസ്ഥ. അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടി ഭൂമിയൊക്കെ സമ്പാദിച്ചു വെച്ചാൽ ഒരു ദിവസമെങ്കിലും മക്കൾ പറഞ്ഞിരിക്കും, നിനക്ക് റോഡ് സൈഡ് കെട്ടി, എനിക്ക് അകത്തായിപ്പോയി, നിനക്ക് വില കൂടിയത് എന്ന് അച്ഛൻ്റെ സ്നേഹത്തിനെ കൂറിടുന്ന മക്കളാണ്. ശരിയാണോ തെറ്റാണോ? ഭഗവാൻ പറയുന്നു, ആ അവസ്ഥയിലിരുന്ന് ഉയർന്ന് ഫലം പ്രതീക്ഷിക്കാതെ അവരവരുടെ കർത്തവ്യം ചെയ്യുക. എൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കർത്തവ്യം. അവർ എന്ത് തിരിച്ചു തരുമെന്നല്ല. ഞാൻ ഭക്തിയിലേക്ക് പോകേണ്ടത് എൻ്റെ കർത്തവ്യം. ഞാൻ എൻ്റെ റോൾ, ഞാനൊരു അധ്യാപകനാണ്, ചിലർ വിദ്യാർത്ഥികളാണ്, ചിലർ ഡോക്ടറാണ്, ചിലർ നേതാക്കൻ, ചിലർ ഗൃഹനാഥനാണ്. എൻ്റെ കർത്തവ്യം കൃത്യമായി ചെയ്യുക. ഇങ്ങോട്ട് എന്ത് കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ. ആ പ്രസിദ്ധമായ ശ്ലോകം ഉണ്ടല്ലോ, എന്താണ്? കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന, ഫലം പ്രതീക്ഷിക്കരുത്. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ ഈ കർമ്മബന്ധനത്തിലിരുന്ന് മേലെ വരാൻ സാധിക്കും. എത്ര പേർക്ക് ഇത് സാധിക്കും? ഈ മാസം തൊട്ട് ജോലിക്ക് പോയിട്ട് ശമ്പളം വേണ്ട, എനിക്ക് വേണ്ട, അതായിരിക്കും പാവപ്പെട്ടവർക്ക് കൊടുത്തോളൂ, എനിക്ക് വേണ്ട, എനിക്ക് 2 ഇഡ്ഡലി മാത്രം. എത്ര പേർക്ക് പറ്റും? ആർക്കും പറ്റും. ഉടനെ അർജുനൻ പറഞ്ഞു, കൃഷ്ണ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്,
എനിക്കിത് വേണ്ട, അടുത്ത ഒരു പാത്വേ ഇത് വേണ്ട, ഇത് ഞാൻ ഉപേക്ഷിച്ചു, ഈ റോഡ് അങ്ങ് ഉപേക്ഷിച്ചു. ഏത് റോഡ്? കർമ്മയോ, എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് വേറെ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു ജ്ഞാനയോഗം. എന്താണ് ജ്ഞാനയോഗം? ഈ പ്രപഞ്ചത്തിൽ ചലിക്കുന്നതും ചലിക്കാത്തതും സർവ്വതും ഈശ്വരൻ്റെ കൽപ്പനയില്ലാതെ ഒരു പുല്ല് പോലും അനങ്ങത്തില്ല. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ വാസുദേവം സർവം ഇതി സ മഹാത്മാ സുദുർലഭ. എനിക്ക് ദുഃഖം വന്നാലും അതിലെന്തെങ്കിലും ഭഗവാൻ ഉദ്ദേശിച്ച് നന്മ വെച്ചിട്ടുണ്ടാകും എന്ന്, ഈശ്വരനാണ് ഇതിൻ്റെ പുറകെ എന്ന് പറഞ്ഞ് എപ്പോഴും തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി, ജ്ഞാനമാർഗം. അതിനൊരു പ്രസിദ്ധമായ ഉദാഹരണം, ഒരു രാജാവിനൊരു മന്ത്രി ഉണ്ടായിരുന്നു. എന്ത് നടന്നാലും ശ്രീരാമജയം, എല്ലാം ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയും. രാജാവിന് ആ മന്ത്രിയെ വലിയ ഇഷ്ടമാണ്. ഒരു ദിവസം രാജാവ് എന്തോ പഴം മുറിച്ചപ്പോൾ കൈ മുറിഞ്ഞു, ചോര വന്നു. മന്ത്രി പറഞ്ഞു ശ്രീരാമജയം, എല്ലാം നല്ലയിന്നും. രാജാവിന് ഇഷ്ടപ്പെടുമോ? വിരൽ മുറിഞ്ഞപ്പോൾ രാജാവ് ദേഷ്യത്തിൽ പറഞ്ഞു അയാൾക്ക് ഭക്തിമൂത്ത് വട്ടായി പിടിച്ച് അടച്ചു വെച്ചേക്കാം. ജയിലിൽ തുരങ്കിൽ പിടിച്ച് അടയ്ക്കാൻ പറഞ്ഞു. അപ്പോഴും മന്ത്രി എന്താ പറഞ്ഞത്? എല്ലാം നല്ലയിന്ന്, ശ്രീരാമജയം. രാജാവ് വിചാരിച്ചു ഇത് ഫുൾ വട്ടായി. അത് കഴിഞ്ഞ് രാജാവ് വേട്ടയ്ക്ക് പോയി, പോയ വഴിക്ക് വഴി തെറ്റി കാട്ടിനകത്തായിപ്പോയി. കാളീഭക്തന്മാർ നരബലിക്ക് വേണ്ടി ഒരാളെ തപ്പി നടക്കുവാണ്. നല്ല തിന്നു കൊഴുത്ത ഒരു രാജാവ് പിടിച്ചുകൊണ്ടുപോയി. എന്തിന്? കാളിക്ക് ബലി കൊടുക്കാൻ. കാളിയുടെ ഫ്രണ്ടിൽ വെച്ച് പാട്ടൊക്കെ പാടി മഞ്ഞവെള്ളമൊക്കെ ഒഴിച്ച് കുളിപ്പിച്ച് വാളും എടുത്ത് വെട്ടാൻ വന്നപ്പോഴാണ് നോക്കിയത് കയ്യിലൊരു കെട്ട്. ഉടനെ പറഞ്ഞു അയ്യോ, ഈ ബലി അപൂർണമാണ്. ഈ വിഷുക്കനിക്ക് മറ്റേ മത്തങ്ങ കുമ്പളങ്ങയൊക്കെ വാങ്ങിക്കൂല്ലേ, ഇല്ലേ? കുത്തും കോമയും സ്റ്റാറും ഒന്നില്ലാതെ മേടിക്കൂല്ലേ? അപ്പം ഇത് കാളിക്ക് കൊടുക്കാൻ പറ്റില്ല. എന്ത് പറ്റി? കാളി ഈ രാജാവിൻ്റെ കയ്യിൽ കെട്ടാ, വിട്ടേക്കാൻ പറഞ്ഞു. രാജാവ് വിചാരിച്ചു ആ മന്ത്രി പറഞ്ഞത് 100% ശരിയാ. രാവിലെ വിരൽ മുറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പം എന്ത് മുറിയുമായിരുന്നു? തല മുറിയുമായിരുന്നു. ഓടിച്ചെന്ന് മന്ത്രി എടുത്ത് പറഞ്ഞു നീ പറഞ്ഞത് ശരിയാ, മാപ്പ്. പക്ഷെ എനിക്കൊരു കുട്ടി സംശയം. എന്താ സംശയം? ഞാൻ രക്ഷപ്പെട്ടു, പക്ഷെ നീ ഒരു തെറ്റും ചെയ്യാതെ ഇന്ന് മുഴുവൻ ദിവസം ഇതിനകത്ത് കിടന്നല്ലോ, നീ അതും ഈശ്വര ഇച്ഛയെന്നു പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? മന്ത്രി പറഞ്ഞു തമ്പുരാനെ, എന്നെ പിടിച്ച് അടച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ വരുമായിരുന്നു, അവരെ നിങ്ങളെ വിട്ടിട്ട് എൻ്റെ തല വെട്ടുമായിരുന്നു. അപ്പം അങ്ങനെ നോക്കിയാലും, ഇത് തമാശ രൂപത്തിൽ പറഞ്ഞാലും നമ്മളെ ലൈഫിൽ അത് സാക്ഷാത്കരിക്കുന്ന ഒരു വ്യക്തിയാണ് ജ്ഞാനയോഗി. എല്ലാത്തിൻ്റെ പുറകെയും വാസുദേവം സർവം ഇതി സ മഹാത്മാ സുദുർലഭ. എന്ത് നടന്നാലും, എൻ്റെ കാലൊടിഞ്ഞാലും കൈയൊടിഞ്ഞാലും അത് ഈശ്വര ഇച്ഛയാണെന്ന് മനസ്സിലാക്കുക. കാരണം ഏതോ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് ഭഗവാൻ അത് ചെയ്തത്. ഞാൻ നടന്ന ഒരു കാര്യം പറയും, ഇത് കഥയല്ല, നടന്ന കാര്യമാണ്. ഒരാൾ വീട്ടിൽ കിടന്ന് ഉറങ്ങി. പുതിയ വീടാണ്. നല്ല മഴ പെയ്തപ്പോൾ ഒരു ഇഷ്ടിക അയാളെ ദേഹത്ത് വന്ന് വീണു. പുതിയ വീടാണ്. അത്ര നല്ല കോൺട്രാക്ടറായിരുന്നു, ഗുരുവായൂരുകാരനായിരിക്കും, നല്ല കോൺട്രാക്ടറാണ്. ഒരു കല്ല് വന്ന് അയാളുടെ പുറത്ത് വീണു. നല്ല കയ്യിൽ മുറിവൊക്കെ ഉണ്ടായി. അയാൾക്ക് ഭയങ്കര ദേഷ്യം. നാളെ പുലർച്ചയ്ക്ക് ഞാൻ അവനെ പോയി അടി ഉണ്ടാക്കി, കൈ മുറിഞ്ഞ് ചോര വരാം. അപ്പം നാട്ടുകാരെല്ലാം പറഞ്ഞ്, ബന്ധുക്കളൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി എന്തെങ്കിലും ഒരു കെട്ടിടം എന്തെങ്കിലും ഒന്ന് നോക്കാം. അയാൾ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ വരില്ല. എന്തിന്? ഇനി അവിടെ പോയ ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെ അവരൊരു ബില്ല് തരും, ഞാൻ വരില്ല. പിന്നെ ആരോ ബന്ധുക്കളൊക്കെ പിടിച്ച് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ചു. വിചാരിച്ച പോലെ വലിയൊരു ബില്ല് വന്നു. അയാൾ ഉടനെ ദേഷ്യപ്പെട്ടു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വരില്ല, കണ്ടില്ലേ ഈ പൈസയ്ക്ക് ഇനി ആരെ അടയ്ക്കാൻ പോകണം, ഞാൻ അടയ്ക്കില്ല, നിങ്ങളൊക്കെ അടയ്ക്കൂ. അപ്പോൾ ബന്ധുക്കൾ പറഞ്ഞു നീ ഹോസ്പിറ്റലിൽ വന്നത് നന്നായി. എന്തുകൊണ്ടാണ്? മഴ നിന്നില്ല, മുഴുവൻ ചുമരും ഇടിഞ്ഞു വീണു. നീ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഇല്ലേ? ആക്ച്വലി നമുക്കറിയുന്നില്ല. ശരിക്കും ദൈവത്തിനെ ശരണം പ്രാപിച്ച ഒരു വ്യക്തിയുടെ ജീവിതം സുഖ ദുഃഖം ലാഭനഷ്ടം ജയം പരാജയമാണ്. പെണ്ണ് കറുപ്പ് വെളുപ്പ് രാത്രി പകൽ ദ്വന്ദ്വങ്ങൾ മാറി വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഈശ്വര ഭക്തനറിയാം ദോഷം വന്നാലും അത് നല്ലതിന് വേണ്ടിയാണ്. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യന്തേ വാസുദേവം സർവം ഇതി. എല്ലാത്തിൻ്റെ പുറകെയും ആരാണ്? വാസുദേവനാണ്. അർജുനൻ പറഞ്ഞു ഇത് കൊള്ളാം ഈ മാർഗം. എന്നാൽ വേറെ ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ?
അർജുനൻ ചോദിച്ചു. ഇത് ഓക്കെ, ആദ്യം കർമ്മയോഗം പറഞ്ഞപ്പോൾ പറ്റൂലെന്ന് പറഞ്ഞു, ജ്ഞാനയോഗം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഓക്കെ, പക്ഷെ വേറെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഉടനെ ഭഗവാൻ അഷ്ടാംഗയോഗം. എന്താണ്? നാസാഗ്രേ, വീടും കാടും കൂടും എല്ലാം ഉപേക്ഷിച്ച് ചെന്ന് കാട്ടിയിരിക്കുക. കണ്ണ് മുഴുവനും തുറക്കാനും പാടില്ല, പകുതി തുറക്കാനും പാടില്ല. ശ്വാസം വേഗത്തിൽ വിടാനും പാടില്ല, പതുക്കെ വിടാനും പറ്റില്ല. കാഴ്ച മുഴുവനും മൂക്കിൻ്റെ അറ്റത്തായിരിക്കണം. നട്ടൽ നിവർന്നിരിക്കണം. വേറെ ഒന്നും അനങ്ങാൻ പാടില്ല. ഭക്ഷണത്തിനെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. അങ്ങനെ ഹൃദയത്തിലുള്ള പരമാത്മാവിനെ ധ്യാനിക്കണം. നമ്മളൊക്കെ ഈ ഏകാദശി വ്രതം എടുക്കും. 15 ദിവസം ഒരിക്കൽ ധാന്യം കഴിക്കാൻ പാടില്ല. രാവിലെ 5 മണിക്കേ ഇഡ്ഡലിയെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും. എന്ന് ഉപവസിക്കണമെന്ന് വിചാരിക്കും, അന്ന് വിശപ്പ് കൂടുതലായിരിക്കും, ഇല്ലേ? അപ്പോൾ യോഗി എങ്ങനെയായിരിക്കണം? ഭൂമിയിലിരുന്ന് അല്പം ഉയർന്ന് ഒരുപാട് ഉയരാതെ, മൂക്കിൻ്റെ അറ്റത്തിൽ കാഴ്ച, കണ്ണ് മുഴുവനും തുറക്കാൻ പാടില്ല, പകുതിയും തുറക്കാൻ പാടില്ല, ശ്വാസം മിതമായ ഗതിയിലായിരിക്കണം. യോഗിനാമപി സർവേഷാം മദ്ഗതേരന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോഗി. ഇങ്ങനെ അർജുനൻ പറഞ്ഞു, ഇത് ഒട്ടും പറ്റൂല, ഇത് ഭയങ്കര പാടാ. എത്ര പേർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും? 10 മിനിറ്റ് ഇരിക്കാൻ പറ്റുമോ? പറ്റും. ഞാൻ ഇരുന്നാൽ ഉറങ്ങിപ്പോവും. നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ചിന്തിക്കാൻ പാടില്ലെന്ന് വിചാരിച്ചിരുന്ന അപ്പോഴായിരിക്കും ആ ചിന്ത വരുന്നത്. ഈ മറ്റേ കഷണ്ടിക്ക് കുരങ്ങനെ, അങ്ങനെ ഒരു കഥ കേട്ടിട്ടില്ലേ? കഷണ്ടിക്ക് വൈദ്യം മരുന്ന് കൊടുത്തു. എന്ത് മരുന്ന് കൊടുത്തോ? ഒരു സാധനം കൊടുത്തു. കുടിക്കുമ്പോൾ കരിങ്കുരങ്ങിനെ ചിന്തിക്കാൻ പാടില്ല. അപ്പം ഇയാൾ എന്നും മരുന്ന് കുടിക്കുമ്പോൾ എന്ത് ചിന്തിക്കും? കരിങ്കുരങ്ങ്. എന്ത് ചിന്തിക്കരുതെന്ന് പറയുമോ മനസ്സ് അതേ ചിന്തിക്കുള്ളൂ. അർജുനൻ പറഞ്ഞു, ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഇന്നിപ്പോൾ ആദ്യം തൊട്ട് നോക്കാം. സൈന്യ നിരീക്ഷണം എന്താണ്? നമ്മളെ കാണുന്ന കണ്ണാടി. 2-ാം അധ്യായം ശരീരം ആത്മാവ്. 3-ാം അധ്യായത്തിൽ മനസ്സ് കാളും ശക്തി കൂടിയതാണ് ആത്മ. പിന്നെ അടുത്ത് വരുന്ന അധ്യായങ്ങൾ 3 മാർഗം. ആദ്യം കർമ്മയോഗം, അർജുനൻ പറ്റില്ലെന്ന് പറഞ്ഞു. ജ്ഞാനയോഗം ഓക്കെ, വേറെ ചോയ്സ് ചോദിച്ചു. അഷ്ടാംഗയോഗം ഒട്ടും പറ്റില്ലെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഈസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 9-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു, ഇത് 3 മിക്സ് ചെയ്ത് ഞാൻ ഒന്ന് തരാം. ഇത് 3നെയും മിക്സ് ചെയ്ത് ഏത് വ്യക്തിക്കും അപിചേത്സു ദുരാചാരോ ഭജന്തേ മാം അനന്യഭക് സാധുരേവ സമന്തവ്യ. അതായത് ഒരു ദുരാചാരി, പാപി, നീചൻ, വേണ്ടാത്ത തെറ്റുകളൊക്കെ ചെയ്തവന് പോലും ഇത് പരിശീലിക്കാൻ പറ്റും. ക്രമേണ അത് സാധ്യമാണ്. അല്പം പരിശീലിച്ചാൽ ആ ഒരു അവസ്ഥയിൽ എത്താൻ സാധിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറഞ്ഞത് 9-ാം അധ്യായത്തിൽ മന്മനാഭവ മദ്ഭക്തഃ മദ്യാജി മാം നമസ്കുരു. ആർക്ക് വേണമെങ്കിലും പറ്റും. ഇപ്പം ഇരുന്ന സ്ഥലത്ത് എണീറ്റ് ഒരു നമസ്കാരം ഭഗവാൻ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതിന് തലകുത്തനെ വല്ലം നിൽക്കണോ? എല്ലാവർക്കും സാധിക്കും, ഇല്ലേ? ശരി, ഒരു പൂവെടുത്തിട്ട് അവിടെ പാദത്തിലിടാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഒരു തവണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. മനസ്സിൽ കൃഷ്ണ എന്ന് വിചാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഏത് പാപിക്കും നീചനും സാധാരണക്കാർ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നത് ഭക്തിമാർഗം എന്ന് പറഞ്ഞ് ഭഗവാൻ 9-10-9-ാം അധ്യായത്തിൽ ഈ 3 യോഗത്തിനെയും കൂട്ടിച്ചേർത്ത് ഒരു എളുപ്പമായ ഒരു വഴി അർജുനന് കൊടുത്തു. അർജുനൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് പറ്റുമോ? ഇത് പറ്റും, ഇത് ഏത് മടിയനും സാധിക്കും. അപ്പം അത് കഴിഞ്ഞ് 10-ാം അധ്യായത്തിൽ കൃഷ്ണൻ താൻ ആരാണ് എന്ന് വിശദീകരിക്കുകയും 11-ാം അധ്യായത്തിൽ തൻ്റെ വിശ്വരൂപം കാണിക്കുകയും ചെയ്തു. അപ്പം ഈ ഭഗവത്ഗീത യഥാർത്ഥത്തിൽ ഒരു യാത്രയാണ്. ഭൗതിക ലോകത്തിൻ്റെ ആഴത്തിൽ മുഴുകിക്കിടക്കുന്ന, കാണാതെ ഇരിക്കുന്ന ഒരു ജീവാത്മാവിനെ ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന യാത്ര. അത് അവസാനിക്കുന്നത് ഗീതയുടെ ചരമശ്ലോകം അല്ലെങ്കിൽ ശരണാഗതി ശ്ലോകം. ഭഗവത്ഗീത മുഴുവനും പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും
18 അധ്യായം 66 ശ്ലോകം. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഇതിൽ ഒരു ചെറിയ കാര്യമുണ്ട്. ഭഗവാൻ എന്താ പറയുന്നത്? മറ്റെല്ലാ വിശ്വാസങ്ങളെയും ഉപേക്ഷിക്കുക, എന്നെ മാത്രം ശരണം പ്രാപിക്കുക. പൊസസീവ്നെസ്, മനുഷ്യർക്ക് പൊസസീവ്നെസ് ഉണ്ട്. എന്തുകൊണ്ടാണ് അത് വന്നത്? ഭഗവാനുള്ളത് കൊണ്ടാണ് അത് വന്നത്. ഇപ്പോൾ മഹാഭാരതത്തിൽ ആ കഥയുണ്ട്. ദ്രൗപദി കൃഷ്ണ 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 ഒരുപാട് വിളിച്ചു, കൃഷ്ണൻ വന്ന് സഹായിച്ചില്ല. അവസാനം 2 കൈയും വിട്ട് ഉയർത്തി ഭഗവാനെ ഹേ മാധവ മധുസൂദന എന്ന് വിളിച്ചപ്പോൾ ഭഗവാൻ വന്നു. ദ്രൗപദി ചോദിച്ചു, ഇത്ര നേരം ഞാൻ വിളിച്ചപ്പോൾ നീ എന്താ വരാത്തത്? കൃഷ്ണ ഭഗവാൻ പറഞ്ഞു, നീ സാരിയും പിടിച്ചുകൊണ്ടല്ലേ വിളിച്ചത്. എപ്പോൾ കൈ നീയേ ഗതി, മാതാചാ പിതാ ത്വമേവ ബന്ധൂചാ സഖാ ത്വമേവ വിദ്യാചാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ എന്ന് ശരണാഗതി പ്രാപിച്ചോ, അപ്പം ഞാൻ സഹായിച്ചു. പിന്നെന്താണ്? മാം ഏകം, ഭഗവാനെ മാത്രം ശരണം പ്രാപിച്ചാൽ ആ ഒരു പരിശുദ്ധ ഭക്തിയുടെ തലത്തിലേക്ക് പോകാം. അതെങ്ങനെ സാധിക്കും? നേരത്തെ നമ്മുടെ സന്യാസി വര്യൻ പറഞ്ഞതുപോലെ കലികാലത്തിൽ നാമത്തിൽ കൂടെയാണ് ഇത് സാധ്യം. ഭാഗവത മറ്റ് ഗ്രന്ഥങ്ങൾ ശാസ്ത്രമെല്ലാം പറയുന്നു, തപസ്യേക്കാളും പൂജയെക്കാളും ദാനധർമ്മ എല്ലാത്തിനേക്കാളും ഉയർന്നത് നാമജപമാണ്. ഇപ്പോൾ അമ്പലത്തിൽ കുളിക്കാതെ പോയി ഭഗവാനെ പൂജിക്കാനോ തൊഴാനോ സാധിക്കുമോ? ഇല്ല. പക്ഷേ ഒരു അസുഖം വന്നു, കുളിക്കാതെ നാമം ജപിക്കാമോ? ചെയ്യാം. ഇനി നമ്മൾ ഭഗവത് വിഗ്രഹം ഒരു ശ്മശാനത്തിൽ കൊണ്ടുപോയി വെച്ച് പൂജിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളൊരു ശ്മശാനത്തിൽ ഒരു ശവദാഹത്തിന് പോകുമ്പോൾ അവിടെ നാമം ജപിക്കാൻ സാധിക്കുമോ? സാധിക്കും. ഇപ്പം പെട്ടെന്ന് രാത്രി 2 മണിക്ക് എനിക്ക് ഗുരുവായൂരപ്പനെ കാണണം, പോയി വാതിൽ തട്ടി അവർ തുറന്നു തരുമോ? ഇല്ല. രാത്രി 2 മണിക്ക് ഒരാൾ എണീറ്റിരുന്ന് നാമം ജപിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുമോ? തത്രാർപ്പിത നിയമിത സ്മരണേന കാല വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം. ഇതെല്ലാത്തിനും, വേദം, യജ്ഞം, ദാനം, ഇതെല്ലാത്തിനും ഉപരി കലികാലത്തിലേതാണ്? നാമജപം. അതുകൊണ്ടാണ് ഭാഗവതം പറയുന്നത് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശം. അപ്പോൾ ഈ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. കൂടിയിരിക്കുന്ന സജ്ജനങ്ങൾ ദിവസവും അതിനുവേണ്ടി അല്പം സമയം കണ്ടെത്തി ഈ മന്ത്രം കുറഞ്ഞത് 108 തവണയെങ്കിലും ജപിക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. വളരെ നന്ദി, നമസ്കാരം. ഇങ്ങനെ ഒരു അവസരം തന്ന ഭാഗവത സത്രസമിതിക്കും പ്രത്യേകിച്ചും ശ്രീ നാരായൺജി, അദ്ദേഹത്തിനോട് ഒരു 20-25 വർഷത്തിൻ്റെ പരിചയമുണ്ട്. സത്രസമിതിയുടെ വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹം. എത്രയോ വർഷങ്ങളായി ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തോട് നല്ല ഒരു ബന്ധം അദ്ദേഹത്തിനുണ്ട്. എല്ലാ വർഷവും ഇങ്ങനെ നമുക്കൊരു അവസരം തരും. ഭഗവാന്റെ നാമത്തിൽ അദ്ദേഹത്തിനും സമിതി അംഗങ്ങൾക്കും മറ്റു ഭാരവാഹികൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഹരേ കൃഷ്ണ.